musical vibe. Mega finale. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന വീട്ടമ്മമാരുടെ സംഗീത മാമാങ്കത്തിലേക്ക് സ്വാഗതം. ഇവിടെ നടക്കുന്നത് വിജയികൾ തമ്മിലുള്ള പോരാട്ടം. നമുക്കറിയാം മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന ഈ ഒരു ഷോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് തുടങ്ങിയത്. 14 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഈ യാത്ര ആരംഭിച്ചത്. ഇന്ന് ഈ സെക്കൻഡ് വീക്കിൽ എത്തി നിൽക്കുമ്പോൾ 13 പേരാണ് ഇന്നത്തെ ദിവസം ഇവിടെ മാറ്റൊരുക്കാനായി റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു മത്സരം ടെലിവിഷൻ ചരിത്രത്തിൽ ഇതാദ്യം. പ്രേക്ഷകരെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കൽ വൈസ് എല്ലാവരും തീപാറുന്ന പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് നല്ല വിധികർത്താക്കൾ നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വിധികർത്താക്കൾ പുറകിൽ റെഡിയാണ്. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആശ, ശരത്, മഞ്ജരി ആൻഡ് ഗായത്രി. Musical vibe. Mega finale. പ്രൊഫസർ ജയന്തിക്ക് ഈ വീട്ടിൽ എന്താണ് കാര്യം? മഞ്ജരി ഗായത്രിയുടെ ശത്രുവോ? പ്രൊഫസർ ജയന്തിയുടെ മകളെ ഡെയിൻ കല്യാണം കഴിക്കുമോ? ഡെയിൻ കണ്ടെത്തുമോ പ്രൊഫസർ ജയന്തിയുടെ മകളെ? ഈ ഷോയിൽ എന്താണ് സംഭവിക്കുന്നത്? മറക്കാതെ കാണുക മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സിൽ. ആ പോസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഈ ഡയലോഗ് പറയാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കലക്കി, അടിപൊളിയായി. എൻട്രി സോങ്ങും ഡാൻസും ആ പാട്ടിനൊത്ത് ലിപ് സിംഗും എല്ലാം കലക്കി ക്യാപ്ഷനും അതും പൊളിച്ചു അല്ലേ? അതാണ് ഹൈലൈറ്റ്. അപ്പോ 3 പേരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളിതാ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന ഇവന്റ് സെക്കൻഡ് വീക്കിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ 14 പേര് വെച്ചിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ 13 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. 13 പേരുടെ വാശിയുടെ പോരാട്ടം നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ 3 പേരും റെഡി ആണല്ലോ? അപ്പോൾ മഞ്ജരി, ആദ്യത്തെ വീക്കിൽ നിന്ന് സെക്കൻഡ് വീക്കിലോട്ട് എത്തിയപ്പോഴുള്ള മാറ്റങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ വളരെ നന്നായി നോക്കി കാണുന്നുണ്ട്. ആദ്യത്തെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഒരു മെഗാ ഫൈനൽ ആണല്ലോ, അതിന്റെ എന്തായിരിക്കും ഒരു സ്ട്രക്ചർ എന്നുള്ളതൊന്നും അറിയാത്തത് കൊണ്ടുള്ള ഒരു പരിഭ്രമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു അവർക്ക്. ഇനി ഇതൊരു സെക്കൻഡ് സ്റ്റെപ്പാണ് അവരുടെ. എന്തുകൊണ്ടും ഞങ്ങൾ എല്ലാവരും ആ ഒരു ഭയമില്ലാതെ അവർ പാടും എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ഇവിടെ കുറെ സർപ്രൈസ് എലിമെന്റ്സ് ഓരോ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷയും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിന്നെ ഇവരുടെ പാട്ടും ഇതെല്ലാം കൊണ്ട് കലർന്ന ഒരു ഉത്സവമാണ് എന്റെ മനസ്സിനകത്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഓക്കെ, ശരി. അശേജി ചേച്ചി ആദ്യമായിട്ടാണ് നമ്മുടെ മ്യൂസിക്കൽ വോയിസിനെ എല്ലാവരും പരിചയപ്പെട്ടത്. കഴിഞ്ഞ വീക്ക് മുതലാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അവരുടെ ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ ടാലന്റ് ഒക്കെ മുഴുവനായിട്ട് അളക്കാൻ സാധിച്ചോ? അല്ല, അവർ ഓൾറെഡി ടാലന്റ് പ്രൂവ് ചെയ്ത ആളുകളാണ്. അതെ, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലി. വളർന്നു വരുന്ന കലാകാരികൾ തന്നെയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ചുനാൾ പാടിയില്ല വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്ന ഒന്നും ഒരു കാര്യമേ അല്ല. സോ ദേ ഷുഡ് കം ഔട്ട്. സംഗീതത്തിന്റെ ലോകത്തേക്ക് അവർ വളർന്ന് വരുമ്പോൾ അവരെ കൈപിടിച്ച് അവരോടൊപ്പം വരാന്നുള്ളതാണ് എൻ്റെ ജോലി. ഓക്കെ, ചേച്ചിയോട് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ചേച്ചി കല്യാണത്തിന് ശേഷമാണ് കൂടുതൽ ആക്റ്റീവായി ഈ മീഡിയ ഇൻഡസ്ട്രിയിലൊക്കെ വന്നിട്ടുള്ളത്. അതെ. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു മേഖലയിലോട്ട് വരാൻ, കല്യാണത്തിന് ശേഷം വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മോട്ടിവേഷനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോട്ടിവേഷനിലുപരി എൻ്റെ എക്സ്പീരിയൻസ് പറയാം. കല്യാണത്തിന് മുന്നേ നൃത്തം ചെയ്യുമായിരുന്നു, പക്ഷെ അഭിനയം ഉണ്ടായിരുന്നില്ല. കുറച്ച് ടെലിഫിലിംസിലൊക്കെ അഭിനയിച്ചിരുന്നു. കല്യാണത്തിന് മുമ്പ് സിനിമയിൽ അവസരം വന്നപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പേരൻസ് ആണ്. കാര്യം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പൊ കല്യാണം കഴിയുമോ, സിനിമയിൽ അഭിനയിച്ചാൽ അതൊക്കെ ഒരു സംശയമുള്ള ഒരു കാലത്തായിരുന്നു എൻ്റെ ചെറുപ്പമൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇരു കൈകളും നിർത്തി വരൂ എന്ന് പറഞ്ഞ്, നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, ആശയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരണമെന്ന് പറയുന്ന ഒരു ഭർത്താവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്നും ഇന്നും അദ്ദേഹമാണ് എൻ്റെ പ്രചോദനം. അതുപോലെ ആവണം എന്നുള്ളതാണ് എല്ലാ ഭർത്താക്കന്മാരും. ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവ് അവരിൽ ഉറങ്ങിക്കിടക്കുന്നു. നൃത്തമോ സംഗീതമോ വാദ്യമോ ചിത്രകലയോ എന്തോ ആവട്ടെ, എന്തുണ്ടെങ്കിലും അവരുടെ ഒരു ഇഷ്ടത്തിന്, അവരുടെ ഒരു സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഓരോ സ്ത്രീകളോടും എന്നോടുള്ള അഭ്യർത്ഥന. ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിലൊരു 20 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിക്കോളൂ. 4 മണിക്കൂർ നിങ്ങൾക്ക് സ്വന്തമായി മാറ്റിവെക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. മറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ മോഹങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിച്ചാൽ, ചെയ്തു തുടങ്ങിയാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്നുള്ള കോൺഫിഡൻസും ആ ഒരു ധൈര്യവും സമാധാനവും നമ്മൾക്കുണ്ടാവും. സോ കം ഔട്ട്, എല്ലാവരും പുറത്തേക്ക് വരിക. നിങ്ങളൊക്കെ നൃത്തം ചെയ്ത് സംഗീതം ആലപിച്ച് ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നത് കാണുവാനും കേൾക്കുവാനും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ എല്ലാ ഭാര്യമാരും പ്ലീസ് കം. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഗായത്രി,
ഗായത്രി നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1 ഫൈനൽ എപ്പിസോഡിലാണ് വന്നത്. അപ്പോൾ അതിനുശേഷം 4 ചാപ്റ്ററുകൾ ഇവിടെ നടന്നു. പുതിയ മത്സരാർത്ഥികൾ വന്നു, പുതിയ ഫൈനലുകൾ നമ്മൾ കണ്ടു, പുതിയ വിന്നേഴ്സിനെ നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെ ആദ്യ ചാപ്റ്ററിൽ വന്നതിന് ശേഷം ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ വൈസ് ഇനിയും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ടാലന്റിന് നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ഞമില്ല. എസ്പെഷ്യലി മലയാളികൾക്ക് സംഗീതമുണ്ട്. ഒരു മലയാളി സ്ത്രീകളുടെ വോയിസ് തന്നെ വളരെ സ്വീറ്റ് ആണ്, നമുക്കതറിയാം. ഇപ്പം നമ്മൾ എത്രയോ റിയാലിറ്റി ഷോസ് ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മ്യൂസിക്കൽ വൈബ്സ് ആഫ്റ്റർ മാരേജ് പലരും ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതാണ്. പിന്നെ എൻ്റെ ഒരു കാര്യം നേരത്തെ ആശേച്ചി സ്വന്തം ജീവിതം എക്സാമ്പിൾ പറഞ്ഞ മാതിരി ഞാൻ വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പൂനെയിലേക്ക് ഹിന്ദുസ്ഥാനി പഠിക്കാൻ പോയപ്പോൾ എല്ലാവരും എൻ്റെ ദൈവമേ ഈ കുട്ടീനെ ഡോക്ടറും ആക്കിയില്ല, ഇപ്പോൾ ഈ കുട്ടി ഹിന്ദുസ്ഥാനിയോ, ഇത് എന്ത് മ്യൂസിക്കാ, ഇത് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും പൂനെ വരെ പോവെന്നൊക്കെ പറഞ്ഞിരുന്ന കാലമാണ്. അപ്പം എൻ്റെ ഡ്രീംസിന് വിങ്സ് തന്നത് എൻ്റെ പേരൻസാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഒരു പ്രൊഫഷണൽ സിംഗറായിട്ടൊരു ജീവിക്കുന്നത്, സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ എത്രയോ പേർക്ക് ഡ്രീംസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കല്യാണം മാത്രമല്ല, പലർക്കും ആ ഒരു അക്കാഡമിക് ചട്ടക്കൂട്ടിൽ നിൽക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലേ? ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ ടാലൻറ്റും വെച്ചാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഇറ്റ്സ് എ ഫാബുലസ് തിങ്. ഫ്ലവേഴ്സിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ. ഓക്കെ, താങ്ക് യു ഗായത്രി. അപ്പോൾ 3 പേരും സീറ്റിലോട്ട് പോയിക്കോളൂ. നമ്മുടെ മത്സരം ഉടൻ ആരംഭിക്കുന്നതാണ്. ഓക്കെ, ഉടൻ ആരംഭിക്കാം. ശരി, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ, ഇത് സീസണുകൾ തമ്മിലുള്ള പോരാട്ടം. എന്തായാലും നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിക്കാം. എവിടെന്നാ വരുന്നേ? കൊച്ചിക്കാരിയാ. ഓ, ഫോർട്ട് കൊച്ചിക്കാരിയാ. നമുക്ക് സ്വാഗതം ചെയ്യാം അൽക്ക. അൽക്ക, കോസ്റ്റ്യൂം മാറിയപ്പോ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയല്ലോ. ലാസ്റ്റ് വീക്ക് ജില്ലായിട്ട് വന്ന ആള് ഇപ്പൊ കുറച്ച് സൈലന്റ് ആയി പോയല്ലോ. ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? മനസ്സമണി വേണുവിൽ. അതുകൊണ്ടാണ് അതാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ്. ശരി, അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് വിടണ്ട, നന്നായി പാട്ട് പാടാം. ഓക്കെ, ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല. ജഡ്ജസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. അങ്ങനെയല്ല, ജഡ്ജസിനോട് നന്നായിട്ട് ജഡ്ജ് ചെയ്യൂ, അങ്ങനെ പറയണോ? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായിട്ട് ജഡ്ജ്. എന്താണ് ഈ നല്ല ജഡ്ജ്മെന്റിന്റെ അർത്ഥം? നല്ല പാട്ടിന് നല്ല മാർക്ക്. എനിക്ക് കുറച്ച് എക്സ്ട്രാ മാർക്ക് ഇട്ടായിരുന്നു അല്ലേ? കിട്ടിയ കൊള്ളായിരുന്നു. എന്തായാലും ഭംഗിയായിട്ട് പാടാൻ പറ്റട്ടെ. അതെ, താങ്ക് യു. അപ്പോ അൽക്ക, നമുക്ക് സേഫ് സോൺ ആവുന്നതിന്റെ ഒപ്പം തന്നെ ഗോൾഡൻ ചെയർ ലക്ഷ്യം വേണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊളിച്ചോളൂ. മായാത്ത സ്വപ്നങ്ങളാ മണിമാല
അൽക്ക ആ ആറ്റിറ്റ്യൂഡ് പിടിച്ചത് നന്നായി അല്ലേ? അങ്ങനെ തന്നെ വന്ന് പാട്ടുപാടി ഞങ്ങൾ എല്ലാവരും ആ മൂഡിലോട്ട് എത്തിച്ചു. അടിപൊളി, കലകി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് നോക്കാം. ഓക്കെ മഞ്ജരി, നന്നായിരുന്നു അൽക്ക. താങ്ക് യു മാം. ഭയങ്കര ഫീലാണ് അൽക്ക പാടുമ്പോഴത്തേക്ക്. അൽക്ക ഇതിങ്ങനെ അറിഞ്ഞു പാടുകയാണ് പാട്ട്. ആ ഒരു മാനസ മണിവീണ ഒക്കെ ഞങ്ങളൊക്കെ കുറേ പാടി നടന്ന പാട്ടുകളാണ്. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് ഞങ്ങൾ പോകും, ആ ഒരു കാലഘട്ടത്തിലേക്ക്. ഞങ്ങൾ ചെറുപ്പം തന്നെയാണ്, പുറകോട്ട് പോയത് മനസ്സിലായി. ഇവര് ചെറുപ്പം അല്ലെങ്കിൽ ഞാൻ എന്താവുന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവര് ചെറുപ്പമാണ് ഡെയിൻ. അതെ 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 അതെ. അസലായിട്ട് എന്ന് വെച്ചാൽ അസലായിട്ട് പാടി അൽക്ക. താങ്ക് യു മാം. എനിക്ക് ഒരു സജഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അൽക്ക പാടുമ്പോഴത്തേക്ക് അൽക്ക കുറച്ചൊന്ന് ഓൾറെഡി പാട്ടിനൊരു ടെമ്പോ ഒന്ന് സ്ലോ പേസിൽ പോകുന്ന ഒരു പാട്ടാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഒന്ന് പുഷ് ചെയ്ത് പാടിക്കഴിയുമ്പോൾ അത് അതിലും സ്ലോ ആയി മാറും. അപ്പം ഈ ലാഗ് വരരുത്, ബീറ്റിൽ തന്നെ പാടാൻ ശ്രമിക്കുക. ബ്യൂട്ടിഫുൾ വോയിസ്, ബ്യൂട്ടിഫുൾ സിംഗിങ്, ഫീൽ ഓൾസോ അസലായിട്ടുണ്ട്. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഗായത്രി, വണ്ടർഫുൾ സിംഗിങ്. താങ്ക് യു മാം. എനിക്ക് അൽക്കയുടെ വോയിസ് ശരിക്കും നമ്മുടെ ഒരു അൽക്കായ ആദ്മിക്കിൻ്റെ മാതിരി ഒരു വെൽവെറ്റി വോയിസ് ആണ്. നല്ല രസമുള്ളൊരു ഒരു അൺകൺവെൻഷണൽ മലയാളി വോയിസ് ആണ്. നല്ലൊരു എനിക്ക് തോന്നുന്നത് ഹിന്ദി പാട്ടൊക്കെ കുറേ കേൾക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു കൺവെൻഷണൽ മലയാളി ത്രോ അല്ല അൽക്കയുടെ. അതൊരു അഡ്വാൻറ്റേജ് ആണ് അൽക്കയ്ക്ക്. പിന്നെ ഉഷാ ഖന്നയാണ് ഇതിൻ്റെ മ്യൂസിക്. വളരെ കുറവ് ഫീമെയിൽ മ്യൂസിക് ഡയറക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്തെ ഷി വാസ് സച്ച് എ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഉഷാജീനെയും നമുക്കിപ്പോൾ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ, ഇത് ഫുൾ ഫീമെയിൽ കോമ്പറ്റീഷനാണ്. അപ്പം ഒരു ഫീമെയിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ട് എടുത്ത് പാടിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ് മോളെ, സൂപ്പർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ചേച്ചി. അൽക്ക, ഡെയിൻ പറഞ്ഞതുപോലെ തന്നെ ആ വരവിലും ആ നിപ്പിലും ആ ഭാവത്തിലും രൂപത്തിലുമൊക്കെ ആ പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചു. ലുക്ക് വൈസ് ആൻഡ് സിംഗിങ് വൈസ് എവറിത്തിങ്. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ. താങ്ക് യു ചേച്ചി, താങ്ക് യു. അൽക്ക, അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് വീക്കിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പെർഫോമൻസിന്റെ ഇടയിൽ ഗോൾഡൻ ബസർ കിട്ടിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഗോൾഡൻ ചെയർ ഇല്ല. ഗോൾഡൻ ബസർ മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ. ഓർമ്മയില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസിന് കിട്ടിയിട്ടില്ല. പക്ഷെ പേടിക്കേണ്ട, നമ്മൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അൽക്ക സേഫ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. എന്തായാലും അൽക്കയുടെ മാർക്ക് ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടി കഴിയുമ്പോൾ അൽക്കയുടെ റിസൾട്ട് അറിയുന്നതായിരിക്കും. ഈ പാട്ട് അൽക്കയെ സേഫ് ആകുമോ അറിയില്ല. മഞ്ജരി ബീറ്റിനനുസരിച്ച് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഇവിടുത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും നമ്മുടെ മാർക്കിനെ ബാധിക്കും. ആ മാർക്ക് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് അൽക്ക, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ വിജയകരമായി അൽക്ക രണ്ടാം വാരവും കടന്നിരിക്കുന്നു. ഇനി പുതിയ പാട്ടുമായി അടിച്ചു പൊളിക്കാനായിട്ട് വരിക. പിന്നെ പുതിയ ആറ്റിറ്റ്യൂഡ്, പുതിയ രൂപം, പുതിയ മാറ്റം അല്ലേ? അപ്പൊ എന്തായാലും അൽക്ക, ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. ഇത് വിജയികൾ തമ്മിലുള്ള മത്സരം. ഇവിടെ മത്സരിക്കുന്നവർ പാടിത്തെളിഞ്ഞവർ മാത്രം. അതുകൊണ്ട് നമ്മുടെ മത്സരം കുറച്ച് ടഫാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? ശരി മഞ്ജരി, കഴിഞ്ഞ വീക്ക് നമുക്ക് 2 പേർക്കാണ് ഗോൾഡൻ ബസർ നേടിയത്. അതിൽ ആതിര വിജിത്താണ് അവിടെ ഗോൾഡൻ ചെയർ സ്വന്തമാക്കിയത്. പക്ഷെ ഒരാൾക്ക് ഗോൾഡൻ ബസർ കിട്ടി, പക്ഷെ ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആൾക്ക് ചെയർ കിട്ടിയില്ല. അപ്പോ ആ ഒരു ആളെ തന്നെ ഞാൻ അടുത്തതായി മത്സരത്തിനായിട്ട് വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരാൾക്ക് ചിലപ്പോൾ ഇപ്രാവശ്യം കിട്ടിയാലോ. ആ ഒരു പെർഫോമൻസ് ചിലപ്പോ മഞ്ജരിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. എനിക്ക് ചിലപ്പോ മഞ്ജരി പാടിയ ഒരു പാട്ടായിരിക്കാം ആ മത്സരത്തിൽ പാടാൻ പോകുന്നത്. ഇപ്പൊ മഞ്ജരിയുടെ ഒരു പാട്ട് പാടാൻ വരുമ്പോ മിനിമം ഒരു ഗോൾഡൻ ബസർ അടിച്ച ഒരാൾ വരണല്ലോ. അങ്ങനെ കിടക്കട്ടെ. സന്തോഷമായോ? അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രുതി എസ് ബാബു. ശ്രുതി, കഴിഞ്ഞ വീക്ക് നമുക്കൊരു ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ആ ഗോൾഡൻ ചെയർ മിസ്സായി പോയത്. ഈ പ്രാവശ്യം നമ്മൾ പിടിക്കൂലേ? അറിയില്ല, നോക്കാം. ഈ പ്രാവശ്യം ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്, കഴിഞ്ഞ പ്രാവശ്യം പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പോ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ മഞ്ജരി ചേച്ചിയുടെ മുകിലിൻ മകളെ. അയ്യോ, നമ്മള് ചുമ്മാ പറഞ്ഞത് സത്യമായല്ലേ? മുകിലിൻ മകളെ പ്രതീക്ഷിച്ചില്ല, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, വളരെ റെയർ ആയിട്ടേ പാടാറുള്ളൂ എല്ലാരും. അപ്പൊ അതൊരു ഗ്രേറ്റ് അറ്റംപ്റ്റ്. വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്.
മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാ നെഞ്ചിൽ ചേർക്ക അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളേ താങ്ക് യു മാം. ശരിക്കും ഹോ എനിക്ക് അവിടെ പാട്ട് കേട്ടിരുന്നിട്ട് എന്തെന്നില്ലാത്തൊരു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് പാട്ടിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ അറിയാം. ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചു. പാട്ടിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ അവർ മൂന്നുപേരും പറഞ്ഞുതരും. പക്ഷെ ശ്രുതി ഫ്ലോർ ഹാൻഡിൽ ചെയ്തതും പാട്ട് പാടി മകളെ നോക്കി റിയാക്ഷൻസ് ഇട്ടതും മഞ്ജിരെ നോക്കി റിയാക്ഷൻസ് എല്ലാം അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി, ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് അറിയാം. മഞ്ജിരി, ഞാൻ ഇന്ന് അവസാനം പറയാം. ഗായത്രി പറയൂ. ശ്രുതി, എന്തൊരു മനോഹരമായിട്ടുള്ള ഡെഡിക്കേഷൻ ടു ദ ഒറിജിനൽ ഇൻക്രെഡിബിൾ സിംഗർ. അതെ, മഞ്ജരിക്ക് എന്താ പറയാ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണത്. ഐ തിങ്ക് യു ഡൺ എ വെരി വെരി ഗുഡ് ജോബ്. നന്നായി പാടി മോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളുടെ പാട്ട്. ആകെ എനിക്ക് 1-2 സ്ഥലങ്ങളിൽ എസ്പെഷ്യലി ലോവർ രജിസ്റ്ററിലേക്ക് പോകുമ്പോൾ കുറച്ച് കേൾക്കാത്ത മാതിരി, ക്ലാരിറ്റി കുറഞ്ഞ മാതിരി തോന്നി. റിയലി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പം ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വന്ന് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പാടുക. ദ ബ്ലെസ്സിങ് ഫ്രം ദ ഒറിജിനൽ സിംഗർ ഇനി കേൾക്കാം. അതെ, ആശ ചേച്ചി. ശ്രുതി മാം, സത്യം പറഞ്ഞാൽ മോള് പാടി തുടങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ ശ്രുതി എന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ മുന്നിൽ നിന്ന് പാടുന്നു എന്നൊക്കെയുള്ള ഒരു കോമ്പറ്റീഷന് പാടുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ മുഴുവൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ ആലോചിക്കുകയായിരുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. നമ്മുടെ മക്കള് സാധാരണ പറയും നമ്മൾ അമ്മമാരെ വിട്ട് പോകുമ്പോഴാണ് അമ്മമാരുടെ വില അറിയാം. പക്ഷെ അതിൻ്റെ ശരിക്കും വേറൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ മക്കള് നമ്മളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അവരെത്രമാത്രം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഓരോരോ മൊമെന്റിലും നമ്മുടെ ശ്വാസത്തിൽ വരെ അവരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ 2 പേരും ദൂരെയാണ് പഠിക്കാനും. മറ്റൊരാൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നു, അവളും പഠിക്കുകയാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ വീട്ടിലെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ പറയും, എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത്, ബുക്കുകൾ എങ്ങനെ വെച്ചിരിക്കുന്നു, ഫ്രണ്ട് റൂം മോശമായിട്ടിരുന്നു, ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ അമ്മമാരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നീറ്റായിട്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാ അങ്ങനെ നീറ്റാവേണ്ടത്, എന്തിനാണ് അങ്ങനെ മടക്കി വെച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇരിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ കർക്കശമായിട്ട് പറയേണ്ടത്. ഇതൊക്കെ ഒന്ന് മെസ്സപ്പ് ആക്കാൻ അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. റിയലി മിസ്സിങ് ദം. അപ്പോൾ ഒരു പാട്ടിലൂടെ അങ്ങനെ ഒരമ്മയ്ക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞാൽ മോള് 100% യു ആർ ദ വിന്നർ എന്ന് ഞാൻ പറയും. താങ്ക് യു സോ മച്ച്. ലവ് യു സോ മച്ച്. ഞാൻ പാടി തീരുമ്പോഴത്തേക്ക് ഞാൻ കരയുമെന്ന്. എനിക്ക് പാട്ട് കേട്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കാം, ഞാനെങ്ങാനും കരഞ്ഞു പോയാൽ മോശമായി പോലെ എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് എനിക്ക് ഐ വാസ് റിയലി ഇമോഷണൽ. ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. അവസാന ആളിലോട്ട് കിടക്കുകയാണ്. മഞ്ജരി, മനസ്സ് തുറന്ന് ഈ പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളും ശ്രുതി പാടിയ പാട്ടിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളും തെറ്റുകളും ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞോളൂ. ഈ ഒരു പാട്ട് എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് ഓർമ്മ വരുന്നത് രമേശ് നാരായൺ സാറിൻ്റെ കോമ്പോസിഷനാണ് ആദ്യം. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ, എൻ്റെ ഒരു കരിയറിൽ തന്നെ ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് കിട്ടിയത് ഈശ്വരാനുഗ്രഹം. അപ്പോൾ അത് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ഇതിൻ്റെ കമ്പോസേഴ്സിനാണ്. ഒന്ന് രമേശ് നാരായൺ സാറ്, പിന്നെ കൈതപ്രം സാറ് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടാനും അതൊക്കെ അർഹയായത് ഈ ഒരു പാട്ട് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാനൊരു വോയിസ് മാത്രമാണ് ഇതിനകത്ത്. എന്നെക്കൊണ്ട് ഇത് ഇത്രയും പാടിച്ചത് രമേശ് ജിയെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. ഇപ്പോൾ പാടിയത് സൂപ്പറാണ്. സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഞാൻ പാടിയതുകൊണ്ടല്ല, എനിക്ക് ഒരുപാട് മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പാട്ട്. ഇപ്പം മുകിലിൻ മകളെ എന്ന് പറയുന്ന ആ ഫസ്റ്റ് ലൈൻ ഒന്ന് ശ്രുതി കൊടുക്കുക.
മുകിലിൻ മകളേ. അതിനകത്തൊരു സംഭവമുണ്ട്. മുകിലിൻ മകളേ, ഒരു ഓക്കെ അല്ല, ഒരു ഹ ഉണ്ട് ലാസ്റ്റില്. അത് പൊതുവെ മിസ് ചെയ്യാറാണ്. പൊഴിയും കനവേ, അങ്ങനൊരു സാധനമുണ്ട്. അപ്പം അത് കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ രമേശ് സാർ അതിൽ അത്രമാത്രം ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് ആ പാട്ടിനകത്ത്. ഇത് മാത്രമല്ല, ഇതിനകത്ത് കുറേ ഹിന്ദുസ്ഥാനി ടച്ചസ് ഉണ്ട് ഈ പാട്ടിനകത്ത്. അത് കൂടുതൽ നമ്മൾ അതിലോട്ട് കയറുമ്പോൾ അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു ക്രിയേഷൻ. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രുതിക്ക് താങ്ക് യു സോ മച്ച് ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ. ചേച്ചിയുടെ മുന്നിൽ പാടാൻ പറ്റിയതിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം അത്. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ആയില്ലേ? ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ മാർക്കുകളൊക്കെ എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു, അവർ കൊടുത്തു കഴിഞ്ഞു. Yes. അപ്പോ എന്താണ് പ്രതീക്ഷ? ഈ ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? സേഫ് ആവുമായിരിക്കും അല്ലേ? ആയിരിക്കോ? അറിയില്ല. എന്തെങ്കിലും ഒരു കോൺഫിഡൻസോട് പറയൂ. അതെ, യെസ് ഓർ നോ? സേഫ് ആവുമായിരിക്കും. സേഫ് ആയിരിക്കും. കോൺഫിഡന്റ്. ശ്രുതീസ് അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോ നെക്സ്റ്റ് വീക്കിൽ പുതിയ പാട്ടും പുതിയ ഭാവവുമായി കടന്നു വരും. ഓക്കെ, Sure. ഓൾ ദി ബെസ്റ്റ്. Thank അപ്പൊ you. ഇതേപോലെ തന്നെ എല്ലാ പെർഫോമൻസിലും ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കണം. അടുത്ത പ്രാവശ്യം ഗോൾഡൻ ചെയർ. നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം തുടർന്നാലോ? ആളെ വിളിക്കൂ, അടുത്ത ആളെ വിളിക്കാം. പിന്നെ അടുത്ത മത്സരത്തിൽ എന്ന് പറയുന്നത് ചാപ്റ്റർ 4-ലെ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത ജയകുമാർ. Musical vibe in mega final. അമൃത, ഹലോ. എന്താണ് ഈ വേഷത്തിന്റെ പിന്നിലെ പെർഫോമൻസ്? ക്ലാസിക് സെമി ക്ലാസിക്കൽ പോലെ ഒരു പെർഫോമൻസ് ആണ്. ഒരു കഴിഞ്ഞ ഡാൻസ് വീക്കിൽ ബേസ്ഡ് ആണ് പാട്ട്. ഓക്കെ, പെർഫോമൻസ് റൗണ്ട് ആണ്. പെർഫോമൻസ് റൗണ്ട് ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടിയത് ഫേവറേറ്റ് സോങ് Favourite song ആയിരുന്നു. ഈ ആയിരുന്നു. ആഴ്ച അപ്പോ പെർഫോമൻസ് ആണ്. ഓക്കെ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്തിനായി നീ മിഡി രണ്ടിലും. മിഡി രണ്ടിലൊന്നും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്, അടിച്ചു പൊളിക്കാം. Thank you. ജഡ്ജസ് റെഡി ആണല്ലോ? ഡബിൾ റെഡി.
ബ്യൂട്ടിഫുൾ. താങ്ക് യു. അമൃത, ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ കൂളാണുള്ള മൈൻഡ് ഒക്കെ ഇപ്പൊ കൂളാ. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. പെർഫോമൻസിന്റെ ഇടയ്ക്ക് ഇച്ചിരി അവിടെ ഇവിടെ എന്തൊക്കെയോ പറ്റി. ശരി, അപ്പൊ നമുക്ക് പെർഫോമൻസ് കുറച്ച് കൂടുതലായിട്ട് എടുത്തു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആശ ചേച്ചിയിൽ നിന്ന് തുടങ്ങിയാലോ? ആശ ചേച്ചി. അമൃത, മാം. അമൃത, ഈ കോസ്റ്റ്യൂം ശരിക്ക് ക്ലാസിക്കൽ ഡാൻസിന്റെ യൂണിഫോം ആണ്, അറിയാമോ? അറിയാം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അമൃത? ഡാൻസ് പഠിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ചെറിയ ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു. പഠിച്ചിട്ടില്ല. അപ്പൊ ഡാൻസിനും പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിലും ഡാൻസ് പഠിക്കാം കേട്ടോ. പഠിക്കണം, നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കോസ്റ്റ്യൂം. ഒരു നർത്തകി ലക്ഷണമൊക്കെ ഉണ്ട് ചെയ്യുന്നതിൽ. നല്ല രസമുണ്ടായിരുന്നു. കൂടെ ഡാൻസ് ചെയ്യുന്നവരും വളരെ നന്നായിരുന്നു. പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, കാവ്യയുടെ പാട്ടാണ്. നല്ലൊരു നർത്തകി കൂടിയാണ് കാവ്യ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടും ആ വിഷ്വലൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ളതാണ്. മോള് നല്ല രസമായിട്ട് പാടിയെന്നാണ് എനിക്ക് തോന്നിയത്. പാട്ടിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അവർ പറയും. ഓവറോൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. ആരാ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന അമൃതേ? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ എത്താൻ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വന്നിട്ടുണ്ട്. അമ്മയാണ് കൂടുതൽ എന്നെ കൊടുക്കുക. നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അമ്മ ഇത് സ്ഥിരം കാണുന്ന ഒരാളായിരുന്നു. എന്നെ ശരിക്കും നിർബന്ധിച്ച അമ്മയാണ്, ഹസ്ബൻഡിന്റെ അമ്മയാണ് ഇവിടെ എത്താൻ പറഞ്ഞയച്ചത്. വലിയ സന്തോഷം. അമ്മയ്ക്കും വലിയൊരു താങ്ക് യു കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരും മരുമക്കളെ സപ്പോർട്ട് ചെയ്യുക ഈ അമ്മയെ പോലെ. ഈ അമ്മ ഒരു മാതൃകയാവട്ടെ എന്ന് ഞാൻ പറയാണ്. കൺഗ്രാറ്റുലേഷൻസ്, നന്നായിട്ട് പെർഫോം ചെയ്തു. പെർഫോമൻസ് വൈസും പാട്ട് വൈസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. എനിക്കൊരു ചെറിയ ആഗ്രഹം കൂടി ഉണ്ട്. എന്താണ് ആഗ്രഹം? ആശ മാമിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മാമിന്റെ ഒപ്പം ഇവിടെ നിന്ന് ചെറിയൊരു സ്റ്റെപ്പ് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ഈ പാട്ടിന് എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. പിന്നെന്താ, ഇത് കേട്ടോ ചെയ്തുതരാം. ഓക്കെ, ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ ആശ ചേച്ചി 2 സ്റ്റെപ്പ് പഠിപ്പിക്കുന്നതായിരിക്കും. അമൃത മാം. ഉഗ്രൻ. താങ്ക് യു മാം. ഇതൊരു വളരെ ഡിഫിക്കൽട്ടായ ഒരു പാട്ടാണ്. ഇത് അങ്ങനെ വളരെ എളുപ്പമായിട്ട് വേദിയിൽ പാടാൻ പറ്റിയൊരു പാട്ടല്ല. അത് അമൃത ഭംഗിയായിട്ട് പാടി. താങ്ക് യു സോ. അമൃതയിൽ നിന്നും ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇതിപ്പോ ഡാൻസിനാണോ മാർക്ക് ഇടേണ്ടത്, പാട്ടിനാണോ മാർക്ക് ഇടേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു ഡാൻസ് കളിക്കുന്ന കാണാനും. അതിനുശേഷം തിരിച്ചു വന്ന് അനുപല്ലവിയൊക്കെ ഗംഭീരായിട്ട് പാടി. താങ്ക് യു മാം. എന്നാലും പിന്നെ പറയണല്ലോ, ഒരു കോമ്പറ്റീഷൻ ആയത് കൊണ്ട് കുറച്ച് പോയിന്റ്സ്. ചില സ്ഥലങ്ങളിലൊക്കെ പാടുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫൈനായിട്ട് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കാമായിരുന്നു എന്നുള്ള. പഞ്ചബാണൻ ആദ്യത്തെ പോർഷൻ, പിന്നെ അതുപോലെ എന്തിനായി നിൻ ഇടം കണ്ണിൻ, ആ കണ്ണിൻ ചില സമയത്തൊക്കെ ഇതായിപ്പോയി. പിന്നെ ശ്വാസം ഒന്നും കിട്ടാണ്ട് ലാസ്റ്റില് തുടിച്ചു എന്നുള്ളത് തുടി ചു വേറെ ആയിപ്പോയി. രണ്ടായിപ്പോയി, മുറിഞ്ഞുപോയി. പിന്നെ അനുപല്ലവിയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക, നമുക്ക് പറ്റുന്ന സ്റ്റെപ്സ് ചെയ്യുക. കാരണം മ്യൂസിക്കിന് അത് ബാധിക്കാത്ത വിധത്തിൽ വേണത് ചെയ്യാൻ. അതല്ലാതെ എനിക്ക് ബ്യൂട്ടിഫുൾ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ ഡാൻസ് കൂടെ കാണാൻ ബാക്കിയുണ്ട്. അതെ, അത് മാത്രമേ ഉള്ളൂ. ഇനി തൃപ്തിയായി. ഓക്കെ, താങ്ക് യു മഞ്ജരി. ഗായത്രി. അമൃതക്കുട്ടി, നിങ്ങളുടെയൊക്കെ ടാലന്റ് കാണുമ്പോൾ എനിക്കിങ്ങനെ അതിശയാവുക. ഇങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ട് ഡാൻസിങ്, സിംഗിങ്, കാണാനുള്ള സൗന്ദര്യം, പ്രസന്റേഷൻ. ഐ എം ഫീലിംഗ് വെരി പ്രൗഡ് ഓഫ് ഓൾ ഓഫ് യു. കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഐ ഹാവ് ടു ഡൂ ദിസ് എന്നുള്ളൊരു ഡിറ്റർമിനേഷന് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അതിന് എത്ര ഗ്യാപ്പ് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. അതിന് തന്നെ ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. വളരെ എൻജോയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻഷ്വൽ ആയിട്ടുള്ളൊരു പാട്ടാണ്. അതായത് അതിനൊരു ബോൾഡ്നെസ് വേണം സിംഗിങ്ങിൽ. മോള് വളരെ ബോൾഡായിട്ട് പാടി. അതിന് ഒന്നും കൂടി നല്ല പഞ്ച് ഉണ്ടായിരുന്നു മോളുടെ വോയിസിന്. നല്ല രസമുണ്ടായിരുന്നു മൊത്തം കേൾക്കാനായിട്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് ഇപ്പം ചെറിയ പറഞ്ഞു ഓൾറെഡി എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. റിയലി ഗുഡ്. സോ മച്ച് മാം. അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അമൃത, ഇനി അമൃതയുടെ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നമ്മൾ ഇവിടെ സാധിക്കാൻ പോവുകയാണ്. ആശ ചേച്ചി റെഡി ആയിരിക്കും. ഞാൻ ഇവരെ രണ്ടുപേരെയും കൊണ്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ, വരൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 4 പേർക്കുമായി നമ്മൾ സോങ് പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ സോങ്ങിന് നിങ്ങളുടേതായ ചൂടുകൾ.
കലക്കി, 4 പേരും കലക്കി. അമൃതയുടെ ആഗ്രഹം നിങ്ങൾ എല്ലാരും കൂടി നടത്തി കൊടുത്തു. ഗംഭീരായി, ശരിക്കും ഗംഭീരായി, കലക്കി. ഓക്കെ, അപ്പൊ എന്തായാലും 3 പേർക്കും ഒരുപാട് നന്ദി. 3 പേരും നമ്മുടെ ഒരു മത്സരാർത്ഥിയുടെ ആഗ്രഹം ഓൺ ദ സ്പോട്ടിൽ നടത്തി തന്നല്ലോ. താങ്ക് യു സോ മച്ച്. പ്രൂവ് ചെയ്തിട്ടുള്ള സിംഗേഴ്സ് ആണ്. ഇവർക്ക് ഡാൻസ് പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നോക്കിക്കൊള്ളത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ 3 പേരും കൂടെ ഒരു പ്രോഗ്രാം പെർഫോം ചെയ്യും. ഓക്കെ, ആ സ്റ്റേജിൽ കറക്റ്റ് വിളിക്കാൻ ഞാനും ഉണ്ടാവും. ഇല്ല, നമ്മൾ 4 കുട്ടികളോ പേരോ? ഓ, ഞാനും കൂടി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു അമൃത. ഹാപ്പി ആയല്ലോ? എന്തായാലും അമൃതയുടെ ആഗ്രഹം നമ്മളിതാ ഈ വേദിയിൽ തന്നെ നടത്തിയിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പെർഫോമൻസിനടുത്ത് ഗോൾഡൻ ബസർ അടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഗോൾഡൻ ചെയർ നേടാൻ സാധിച്ചില്ല. ഇനി നമ്മൾ അറിയേണ്ടത് എന്താ, അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ സേഫ് ആകുമോ അതോ ഡേഞ്ചറസ് സോണോട്ട് ആകുമോ എന്നൊക്കെ അറിയാനുള്ള സമയമാണ്. എന്താണ് തോന്നുന്നത്? പാട്ട് പാടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി വിലയിരുത്തുമ്പോൾ സേഫ് ആകാതിരിക്കാം. ഒറ്റ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എലിമിനേഷൻ താണ്ടി അടുത്ത റൗണ്ടിലോട്ട് കടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഒറ്റ അവസരമാണല്ലോ ഉള്ളത്. വിനിയോഗിക്കും മാക്സിമം. അതായത് അടുത്ത ആഴ്ച അമൃത ഇവിടെ വന്ന് പാടുമെന്നാണ് പറയുന്നത്. പാടണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അമൃത ഈ സെക്കൻഡ് വീക്കിൽ പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മാർക്ക് വെച്ച് കൂട്ടുമ്പോൾ അമൃതയുടെ പൊസിഷൻ എന്ന് പറയുന്നത് യു ആർ അമൃത, സോറി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മള് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ എന്താണ്, നമ്മൾ ഇതേപോലെ ടെൻഷൻ അടിപ്പിക്കും. അപ്പോ ആദ്യം തന്നെ നന്നായി പെർഫോം ചെയ്ത് ആ ഗോൾഡൻ ബസർ അടിച്ച് ആ ഗോൾഡൻ ചെയറിൽ ഇരുന്ന യാതൊരു ടെൻഷനും ഇല്ല, ഫ്രീ ആയിട്ട് ഇരിക്കും ചെയ്യാം. അപ്പൊ അതല്ലേ നല്ലത്? അപ്പൊ അടുത്ത റൗണ്ടിൽ അതെ, നിങ്ങളുടെ ടാർഗറ്റ് അതായിരിക്കണം, ഗോൾഡൻ ചെയർ, ഗോൾഡൻ ബസർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.